വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ പ്രിയങ്ക. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കുമ്പളങ്ങ എരിശ്ശേരി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ്. നമുക്ക് വീഡിയോ കാണാം. ആദ്യം തന്നെ തേങ്ങ അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ ചുരണ്ടിയത് ചേർക്കാം. അമർത്തി അളന്നത് ഒരു മിക്സിയുടെ ജാറിലോട്ട്. ഇത് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഓൾറെഡി. ഇനി ഇതിലോട്ട് എരിവിന് വേണ്ടിയിട്ട് 4 മുളക് നടുവേ കീറിയത് ചേർക്കാം. 2 ടീസ്പൂൺ ജീരകം കൂടി ചേർക്കാം. ഇനി ഇത് നല്ല പേസ്റ്റ് പോലെ മിക്സിയുടെ ജാറിൽ നമുക്ക് ഗ്രൈൻഡ് ചെയ്യാം. ഇത് മാറ്റി വയ്ക്കാം. കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കാം. ഇതിലോട്ട് 600 ഗ്രാം കുമ്പളങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. മീഡിയം സൈസ് പീസസ്, ഒരുപാട് ചെറുതാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മത്തങ്ങ കഷ്ണങ്ങൾ അരിയില്ലേ, ആ ഒരു സൈസ്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കല്ലുപ്പ് 2 ടീസ്പൂൺ കൂടി ചേർക്കാം. കല്ലുപ്പ് അല്ലെങ്കിൽ സാധാ ഉപ്പ്, കല്ലുപ്പ് ചേർത്താൽ നമ്മുടെ കറികൾക്കൊക്കെ നല്ലൊരു സ്വാദായിരിക്കും. ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഇത് വേവുന്നതിന് ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ഒരുപാട് വെന്ത് പോവാതെ വേണം ഇത് വേവിക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് കുറച്ച് മൂത്ത് പോയ കുമ്പളങ്ങ ആയതുകൊണ്ട് ഞാൻ ഈ കഷ്ണങ്ങളുടെ അരഭാഗത്തോളം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇളയ കുമ്പളങ്ങയാണ് എങ്കിൽ 1/4 ഭാഗത്തോളം മതിയാകും. ഇനി ഇത് ഇടയ്ക്കിടെ ഇളക്കി കൊടുത്തുകൊണ്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. പെട്ടെന്നത് വെന്ത് കിട്ടും. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തേങ്ങ അരച്ചതും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് 5 മിനിറ്റ് ഇത് തിളപ്പിക്കുക. ഉപ്പ് പാകത്തിന് ഉണ്ടോ എന്ന് നോക്കാം, ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. വേറൊരു പാൻ, അത് ചൂടാവുമ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 2 ടീസ്പൂൺ കടുകിടുക. കടുകിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ 4 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇടാം. ഈ പോയിന്റിൽ ഒരു നല്ല അടിപൊളി സ്മെല്ല് നമ്മുടെ വീടൊക്കെ തിരീശ പരന്ന് തുടങ്ങിയിട്ടുണ്ടാവും. ഈ ഉഴുന്ന് പരിപ്പ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ 1 തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. പിന്നെ 4 വറ്റൽ മുളക് കൂടി ചേർത്ത് നന്നായിട്ട് ഇത് ഇളക്കിയതിന് ശേഷം 1/2 കപ്പ് തേങ്ങ ചുരണ്ടിയത് ചേർത്ത് നന്നായിട്ട് ഇത് റോസ്റ്റ് ചെയ്യാം. ഈ തേങ്ങയൊക്കെ നമ്മൾ റോസ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ വീട് മുഴുവൻ ഒരു സ്മെല്ല്, നല്ല അടിപൊളി സ്മെല്ല് ഫുൾ പരന്ന് കൊണ്ടിരിക്കുക കേട്ടോ. ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം ഈ കോക്കനട്ട് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇതൊരു ബ്രൗൺ കളർ ആവണ വരെ ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം. ഇനി ഇത് നമ്മുടെ തയ്യാറാക്കി വെച്ചേക്കണ എരിശ്ശേരിയുടെ മേലെ ചേർത്ത് നന്നായി ഇളക്കി ചൂടോടെ ഇത് വിളമ്പണം. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ കറിക്ക്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു അടിപൊളി സ്മെല്ല്, അത് വീടൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് പോയി അന്തരീക്ഷത്തിലാകെ പരന്നിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ കറി ഉണ്ടാക്കിയപ്പോൾ. ഇവിടെ മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കണ പോലെ തന്നെയാണ് ഈ കുമ്പളങ്ങ എരിശ്ശേരിയും. പ്രത്യേകിച്ച് വ്യത്യാസം ഒന്നുമില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കും, പക്ഷെ കുമ്പളങ്ങ എരിശ്ശേരി നമ്മൾ ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കാം. താങ്ക് യു. ബൈ.